അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. ബഹുമാനികളെ, ഈ നോളജ് ഗാലയുടെ വളരെ ഒരു കുറഞ്ഞ സമയം ഇൽമുൽ അറൂദ്, അറബി പദ്യശാസ്ത്രമെന്നോ അല്ലെങ്കിൽ കാവ്യശാസ്ത്രമെന്നോ അതല്ലെങ്കിൽ മലയാളത്തിലൊക്കെ പറയുന്ന പോലെ ഛന്ദശാസ്ത്രം എന്നൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ അറൂദ്. അതിനെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനെ ചെറുതായി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. ഏതൊരു ഭാഷയിലും അതിൻ്റെ ഭാഷയുടെ പ്രകടനങ്ങൾ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ പദ്യ ഗദ്യങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. നളുമും നസ്റും നമ്മൾ അറബിയിൽ പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അറബികളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗവും അവരുടെ സാമൂഹിക രീതിയുടെ ചരിത്രശേഷിപ്പും ദീവാനുൽ അറബ്, അതാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം അറബികളുടെ കവിതകൾ എന്നുള്ളത്. അറബി ജാഹിലിയ കാലഘട്ടത്തിൽ ഉള്ള അറബി സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചനകളും ബോധ്യങ്ങളും ഒക്കെ തരുന്നത് അറബി കവിതകളാണ്. അറബി ഭാഷയുടെ നിയമങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ, അതിനെ മനസ്സിലാക്കിയെടുക്കാൻ, അതിലെ നിയമങ്ങൾക്ക് സാധുത നൽകാനൊക്കെ അറബി ഷിഅറുകളാണ് നമ്മുടെ കിതാബുകളിലൊക്കെയും ഉദ്ധരിച്ച് നമ്മൾ കാണുന്നത്. പരിശുദ്ധമായ ഖുർആൻ അത് പദ്യവുമല്ല, ഗദ്യവുമല്ല, ആർക്കും എതിർത്തു തോൽപ്പിക്കാനാവാത്ത വിധം അതിൻ്റെ ഇഅ്ജാസ്, അതിനെ സംബന്ധിച്ചൊക്കെ ഇന്നലകളിലൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പദ്യമാകണമെങ്കിൽ, ഒരു ഷിഅർ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, ഏതൊരു ക്രമത്തിലാണ് അതിൻ്റെ വാക്കുകളെ കൊണ്ടുവരേണ്ടത്, അതിൻ്റെ വാക്കുകളെ ക്രമീകരിക്കേണ്ടത്, അതിൻ്റെ സ്കെയിലിനെ സംബന്ധിച്ച് ആണ് ഇൽമുൽ അറൂദ് സംസാരിക്കുന്നത്. അതല്ലാതെ ഇൽമുൽ അറൂദ് പഠിക്കുന്നത് കൊണ്ട്, ഈ ഒരു വിജ്ഞാന ശാഖ പഠിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ കവിയായി തീരുന്നില്ല. ഒരാൾക്ക് കവിതയുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കവിയായി തീരാൻ ഇൽമുൽ അറൂദ് മാത്രം പോരാ. സ്വാഭാവികമായും അറബിയിലാണെങ്കിൽ നഹ്വും സർഫും നിർബന്ധമാണ്. ഇൽമുൽ ബലാഗയുടെ ജ്ഞാനം അയാൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ താരീഖും ഹിക്മത്തും തുടങ്ങി പല സംഗതികൾ കൂടിച്ചേരുമ്പോഴാണ് കവിതകൾ ജനിക്കുന്നത്. ഇൽമുൽ അറൂദ് സംസാരിക്കുന്നത് അതിൻ്റെ ബോഡിയെ സംബന്ധിച്ച് മാത്രമാണ്. അതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ കവികളായ ആളുകളെ സംബന്ധിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തിയ, കേരള വൈജ്ഞാനിക സാഹിത്യ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു മഹാപ്രതിഭയുടെ സ്മരണയിൽ നിലകൊള്ളുന്ന ഒരു ക്യാമ്പസാണിത്. ബഹുമാനപ്പെട്ട ശൈഖുന തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ. തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിനെ പറ്റി പലരും ഭൂസൂരിയു മലൈബാർ, മലൈബാറിൻ്റെ ഭൂസൂരി എന്ന് വരെ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ആഴത്തിലുള്ള സാഹിത്യ സമ്പുഷ്ടമായ, ആശയ സമ്പുഷ്ടമായ കവിതകൾ മലയാള ലോകത്തിന് അല്ലെങ്കിൽ മലയാള ലോകത്ത് നിന്ന് അറബ് സാഹിത്യ ലോകത്തേക്ക് സമ്മാനിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്. തിരൂരങ്ങാടി ബാപ്പു ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള ജീവചരിത്രങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, എങ്ങനെയാണ് ഉസ്താദിന് ഇങ്ങനെ കവിതയിൽ ഇത്ര വലിയ പ്രാവീണ്യം നേടാനായത്. എന്തിങ്ങനെ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു അന്വേഷണത്തിന് ഉസ്താദ് തന്നെ മറുപടി പറയുന്നത്, അത് മഖാമാത്തുൽ ഹരീരിയും നുബാത്തിയ ഖുത്ബയും അതൊക്കെ ഒന്ന് അമർത്തി വായിച്ചാൽ, അതൊക്കെ ഒന്ന് വേണ്ടതുപോലെ വായിച്ചാൽ കവിത അങ്ങോട്ട് വരും എന്നാണ്.
ചിലർ പറയാറുണ്ട് എഴുതുന്നതല്ല എഴുന്നതാണ് എഴുത്ത്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ല. കവിത വരുന്നതിന് പല ഘടകങ്ങൾ വേറെ ഒത്തുകൂടേണ്ടതുണ്ട്. ഇൽമുൽ അറൂദ് സംസാരിക്കുന്നത് കവിതയെ ഹറക്കത്തിൻ്റെയും സുക്കൂനിൻ്റെയും കാര്യത്തിൽ ഏതൊക്കെ രൂപത്തിൽ അതിൻ്റെ പദങ്ങളുടെ ഘടന, പദങ്ങളുടെ വിന്യാസം നടത്തണം എന്നതാണ് ഇൽമുൽ അറൂദിൻ്റെ ഉള്ളടക്കങ്ങൾ സംസാരിക്കുന്നത്. ഇതാണ് ഇൽമുൽ അറൂദിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു പരിചയം. ഏതൊരു അറിവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും സ്വാഭാവികമായും അതിന് അൽ മബാദി അഷറ എന്ന് പറയുന്ന 10 കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ ഹദ്, താരീഫ് എന്നൊക്കെ പറയുന്നത്. ഇൽമുൽ അറൂദിൻ്റെ വിവിധങ്ങളായ ആയിരക്കണക്കിന് കിതാബുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇൽമുൽ അറൂദ് ഒരു വിജ്ഞാന ശാഖയായി രൂപപ്പെട്ട 2-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെ വളരെ സജീവമായി അറബ് ലോകത്ത് അതിൻ്റെ അധ്യാപനവും അധ്യയനവും ഗ്രന്ഥരചനയും എല്ലാം സർവ്വിധ ചർവണങ്ങളുമെല്ലാം വളരെ സജീവമായി നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില പൗരാണിക കിതാബുകളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ചില സൂചനകൾ നൽകാം. ഏതായാലും അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു താരീഫിൻ്റെ ഒരു പ്രധാന ഭാഗം അതിൻ്റെ ഹദ്. എന്താണ് ഇൽമുൽ അറൂദ് എന്നതിനെ സംബന്ധിച്ച് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്താം. ഇൽമുൻ യുഅറഫു ബിഹി സ്വഹീഹു ഔസാനി ശിഅരി വഫാസിദുഹ. ശരിയായ രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ട ഷിഅർ ഏത്, അതല്ലാത്തതേത് എന്ന് വേർതിരിച്ചു തരുന്ന വിജ്ഞാന ശാഖയാണ്, ഒരു ഇനം വിജ്ഞാനമാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ ഹെഡിങ് വായിച്ചപ്പോൾ ഇൽമുൽ അറൂദി വൽ ഖവാഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അത് ഇൽമുൽ ഖവാഫിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. ഏതായാലും ഇൽമുൽ അറൂദിൻ്റെ ഒരു പൂരകമാണ് ഇൽമുൽ ഖവാഫി എന്ന് ഇപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഇൽമുൽ അറൂദ് ചെയ്യുന്നത് വയുബയ്യിനു ഖവാഇദ നൾമി ശിഅരി നൾമൻ സഹീഹൻ ലാ ഖലല ഫീഹി. ഒരു കേടുപാടുകളില്ലാത്ത അറബികൾ പൗരാണികമായി അവരുടെ പ്രാചീന കാലം മുതൽ തന്നെ അവർ ചെയ്തു വന്ന രീതിയിലുള്ള കവിതകൾ നിർമ്മിക്കുന്നതിൻ്റെ കായിദകളെ, നിയമങ്ങളെ വ്യക്തമാക്കി തരിക, അത് തെര്യപ്പെടുത്തി തരുക എന്നതാണ് ഇൽമുൽ അറൂദ് ചെയ്യുന്നത്. ഇൽമുൽ അറൂദിനെ ഒരു വിജ്ഞാന ശാഖയായി വികസിപ്പിച്ച് അതിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് നമുക്കേവർക്കും സുപരിചിതനായ, വളരെ ആത്മീയ ജീവിതം നയിച്ചിരുന്ന, ലോകം കണ്ട പ്രമുഖ അറബി പണ്ഡിതന്മാരിലെ വളരെ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഇമാം അബു അബ്ദുറഹ്മാൻ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്നവരാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സീബവൈഹി എന്നവരെ കേൾക്കാത്തവരുണ്ടാവില്ല. സീബവൈഹിയെ സീബവൈഹിയായി സൃഷ്ടിച്ചെടുത്ത, അത്രയും വലിയ ലോകോത്തര വൈയാകരണനായി നഹ്വിയായി മാറ്റിയെടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്നു അഹ്മദ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ വഫാത്തായത് ഹിജറ 170 അല്ല 71, 73 ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ് മഹാനവറുകളുടെ ജീവിതാവസാനം. മഹാനവറുകൾ ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയവരായിരുന്നു എന്ന് പല ബുഗിയത്തുൽ ഉഅത്ത് അടക്കമുള്ള അഖ്ബാറു അൻ-നഹ്വിയീൻ അൽ-ബസരിയീൻ അടക്കമുള്ള കിതാബുകളുടെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ ബഹുമാനപ്പെട്ട സീബവൈഹി ഇമാമിന് ദർസ് എടുത്തിരുന്ന കാലഘട്ടത്തിൽ സീബവൈഹി ഇമാം വളരെ സുമുഖനും സുന്ദരനുമായിരുന്നു. അപ്പോൾ അമ്രദുൻ ജമീൽ, നോക്കൽ ഹറാമായ ഒരു ഭാഗമാണല്ലോ, അമ്രദിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്ന ആ ഒരു നിയമത്തെ പാലിച്ചുകൊണ്ട് തന്നെ നിഖാബ് ധരിച്ചുകൊണ്ട്, മുഖാവരണം ധരിച്ചുകൊണ്ടായിരുന്നു മഹാനവറുകൾ സീബവൈഹിക്ക് ദർസ് നടത്തിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു വളരെ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ വശങ്ങളെ കൂടുതൽ പ്രകടമാക്കുന്ന പല ഉദ്ധരണികളും അതുപോലെ തന്നെ സംഭവങ്ങളും ഒക്കെ മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനവറുകളാണ് ഇതിന് ഒരു ഇൽമ് എന്ന രൂപത്തിൽ ഇതിനെ അറബികളിൽ നിന്ന് വികസിപ്പിച്ചുകൊണ്ട് അറബികളുടെ ഷിഅറുകളെ കണ്ടെത്തി അതിൽ നല്ല ഇസ്തിഖ്റാ നടത്തി ഗവേഷണം നടത്തി ഒരു ഇൽമ് എന്ന രൂപത്തിൽ ഇതിനെ കൊണ്ടുവരികയും പരിചയപ്പെടുത്തുകയും ചെയ്തത് അബുൽ അസ്വദ് ദുഅലി
റഹിമഹുല്ല നഹ്വിന്റെ വാളിഉ എന്നറിയപ്പെടുന്നത് പോലെ വാളിഉ ഇൽമിൽ അറൂൽ അത് ബഹുമാനപ്പെട്ട അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി റഹ്മത്തുള്ളാഹി അലൈഹി ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കാരണത്തെ സംബന്ധിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ. എന്താണ് ഒരു സാഹചര്യം ഉണ്ടായത്, ഇത് ഉണ്ടാക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നുള്ള കാരണത്തെ സംബന്ധിച്ച് ധാരാളം അഭിപ്രായങ്ങൾ ഇൽമുൽ അറൂലുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇൽമുൻ നഹ്വിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കൂഫയിൽ നടന്ന ഒരു ഖുർആൻ പാരായണവും ഇന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വ റസൂലുഹു എന്ന ആ ആയത്ത് തെറ്റിച്ചോദിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അവർ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾക്ക് അറബികളുടെ കാവ്യങ്ങളുടെ ശൈലികളുമായി ബന്ധപ്പെട്ട് നല്ല അറിവുണ്ടായിരുന്നു. അങ്ങനെ അറിവുള്ള ബഹുമാനപ്പെട്ട ഇമാം ഖലീൽ റഹിമഹുല്ല ഒരു ദിവസം ഇങ്ങനെ ഒരു പട്ടണത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഗ്രാമീണനായ ഒരു അറബി, ആ അറബി തൻ്റെ ഒരു കൊച്ചുമകന് ഇങ്ങനെ ഒരു ഈണത്തിൽ ഇങ്ങനെ ഒരു പാട്ട് പാടി കൊടുക്കുന്നു. നമ്മുടെ മലയാളത്തിൽ വായ്ത്താരി എന്നൊക്കെ പറയുന്ന പോലെ തന 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 അങ്ങനെയൊക്കെ നമ്മളെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു ശബ്ദം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് മഹാനവറുകൾ കേൾക്കാനിടയായി. അങ്ങനെ കേൾക്കാനിടയായ ഒരു സാഹചര്യത്തിൽ മഹാനവറുകൾ ചെന്ന് അന്വേഷിക്കുന്നത് എന്താണ് സാധനം, എന്താണ് നിങ്ങൾ ഒരു പ്രത്യേക ഒരു ഈണത്തിൽ ഇങ്ങനെ. അപ്പം ഈണങ്ങളെ സംബന്ധിച്ച് അറബികളുടെ ഈ കവിതകളുടെ വിവിധങ്ങളായ ട്യൂണുകളെ സംബന്ധിച്ചൊക്കെ നല്ല ജ്ഞാനമുള്ളവരാണ് ബഹുമാനപ്പെട്ട ഖലീൽ എന്നവർ. അങ്ങനെ മഹാനവറുകൾ പോയി അന്വേഷിക്കുന്നു ഈ വൃദ്ധനോട്, എന്താണ് നിങ്ങൾ ഈ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തൻഈം എന്നാണ്, ഇത് തൻഈമാണ്. തൻഈം എന്ന് പേര് വരാൻ കാരണം നഅം എന്ന വാക്ക് വെച്ചുകൊണ്ടാണല്ലോ അത് പ്രയോഗിച്ചിട്ടുള്ളത്. തൻഈമ ഇത് ഞങ്ങളുടെ ഉപ്പാപ്പമാരിൽ നിന്ന് ഇങ്ങനെ കൈമാറി കിട്ടിയ ഒരു രീതിയാണ്. അത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ട്, കുട്ടികളെ കളിപ്പിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരം പോക്കിനൊക്കെ ആയി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് തന്നെയാണ് ഇത് അറബികളുടെ കാവ്യശാസ്ത്രത്തിൻ്റെ വലിയൊരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ഖലീൽ എന്നവർ ഇതിൻ്റെ ഉത്ഭവം ഇതിൻ്റെ തുടക്കം അദ്ദേഹം കുറിക്കുന്നത് എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇതല്ലാത്ത പല കാരണങ്ങളും ഇതിന് കാണാൻ സാധിക്കും. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇമാം സീബവൈഹി ലോക പ്രശസ്തനായി മാറി. ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അൽ കിതാബ് എന്ന പേരിൽ ഖുർആനുൻ നഹ്വ് എന്ന് വരെ പിൽക്കാലക്കാർ പരിചയപ്പെടുത്തിയ അൽ കിതാബിൽ മുഴുവനും മഹാനായ സീബവൈഹി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇമാം ഖലീൽ ഇബ്നു അഹ്മദിന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പർണശാലയിൽ നിന്ന് കിട്ടിയ വിജ്ഞാനങ്ങളാണ്. ആ സീബവൈഹി ഇമാം ഇങ്ങനെ പ്രസിദ്ധനായി. അങ്ങനെ ആ പ്രസിദ്ധനായ ഒരു സമയത്ത് ആളുകൾക്കിടയിൽ കബൂലിയത്ത്, അത് അള്ളാഹുവിൻ്റെ ഇടയിലുള്ള കബൂലിയത്തിന് കാരണമാണല്ലോ. അതുകൊണ്ട് പുതിയൊരു ഇൽമിന് തുടക്കം കുറിക്കണമെന്ന ചിന്തയിൽ മഹാനവറുകൾ മക്കയിൽ പോയ സമയത്ത് ഖലീൽ ഇബ്നു അഹ്മദ് തങ്ങൾ മക്കയിൽ പോയ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക ഇൽഹാമ് പ്രകാരമാണ് ഈ ഇൽമുൽ അറൂദ് എന്ന വിജ്ഞാന ശാഖ ആരംഭിക്കുന്നത് എന്നും കിതാബുകളിൽ കാണാൻ സാധിക്കും. മഹാനായ അബൂ സഈദ് ശഅബാനുൽ ആസാരി എന്ന് പറയുന്ന പണ്ഡിതൻ ഇൽമുൽ അറൂദുമായി ബന്ധപ്പെട്ട തൻ്റെ അൽഫിയയിൽ വളരെ ഭംഗിയായി 3 വരികളിലായി ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൽമുൽ അറൂൽ എന്ന പേര് വെക്കാനും പല കാരണങ്ങൾ മഹാന്മാർ അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അറൂൽ എന്ന് പറഞ്ഞാൽ മക്കയിലും അതുപോലെ ഹിജാസിലും ഒക്കെയുള്ള മലയിടുക്കുകൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴി, അതിന് അറൂൽ എന്ന് പറയും. മക്കക്ക് അറൂൽ എന്ന് പേര് പറയാറുണ്ട്. അപ്പോൾ ഈ ഇൽമ് ഉത്ഭവിക്കുന്നതിൻ്റെ സാഹചര്യമായിട്ടുള്ള നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇൽമുൽ അറൂൽ എന്ന് പേര് വെച്ചത് എന്നും, അതല്ല ഒരു ബൈത്തിൻ്റെ ജുസുകളെ സംബന്ധിച്ച് നമ്മൾ ചെറുതായി പരാമർശിച്ചു പോകുന്നുണ്ട്. അവിടെ ബൈത്തിന്റെ ജുസുകളിൽ ഒന്നിനെ പറ്റി അറൂദ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ആ ജുസ് കൊണ്ട് കുല്ലിന് പേര് വെച്ചതാണ് എന്ന രൂപത്തിലുമൊക്കെയുള്ള വിശദീകരണങ്ങൾ വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ ഉണർത്തി എന്നത് മാത്രമാണ്.
ഇൽമുൽ അറൂദ് പഠിച്ചാൽ എന്താണ് കാര്യം? നമ്മൾ താരീഫ് പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചു. ശരിയായ ഇൽമ്, ശരിയായ ഷിഅർ ഏത്, ശരിയല്ലാത്ത ഷിഅർ ഏത്, മീറ്റർ ഒത്തത് ഏത്, മീറ്റർ ഒക്കാത്തത് ഏത്. നമ്മളൊക്കെ തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ ചില ആളുകൾ പാട്ട് പാടിയാൽ പാട്ട് കഴിഞ്ഞിട്ടും ഈണം ബാക്കി, ഈണം കഴിഞ്ഞിട്ടും പാട്ട് ബാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഉള്ളത് ഏത്, അതല്ലാത്തത്, ശരിയായത് ഏത്, അല്ലാത്തത് ഏത് എന്ന് മനസ്സിലാക്കുക എന്നതു തന്നെയാണ് പ്രധാനമായും ഇൽമുൽ അറൂദിന്റെ വദീഫ അല്ലെങ്കിൽ ഇൽമുൽ അറൂദിനാൽ ഉള്ള ഫായിദ എന്ന് പറയുന്നത്. അത് ഇൽമുൽ അറൂദിനെ സംബന്ധിച്ച് തന്നെ അത് ഇൽമുൽ അറൂദ് ഒരു ആലത്താണ്. ശർഈയായ ഇൽമ് അല്ലെങ്കിൽ ശർഈയായ ഇൽമിന്റെ ആലത്തുകളിൽ പെട്ടതാണല്ലോ. ഈ ആലത്തുകളായ ഇൽമുകൾക്ക്, നഹ്വ് പോലെ മന്തിഖ് പോലെയുള്ള ഇൽമുകൾക്ക് അതിനൊരു രക്ഷാ സ്വഭാവം ഉണ്ടായിരിക്കും, ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിരിക്കും. അത് തെറ്റുകളിൽ, പിന്നെ ചിന്തയിൽ വരുന്ന തെറ്റുകളെ തൊട്ട് സംരക്ഷിക്കുക എന്നതാണ് ഇൽമുൽ മന്തിഖിന്റെ വദീഫ. ഇൽമുൽ മന്തിഖ് നിർവഹിക്കുന്നത്, അതിന്റെ ദൗത്യം അതാണ്. നഹ്വ് ആണെങ്കിലും അങ്ങനെയാണ്, അറബി കലാമിൽ വരാവുന്ന തെറ്റുകളെ സംരക്ഷിക്കുക എന്നതാണ്. അതുപോലെ അറബി ഷിഅറുകൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ നെളിമിൽ വന്നു പോകാവുന്ന തെറ്റുകളെ തൊട്ട് സംരക്ഷിക്കുക എന്നതാണ് ഇൽമുൽ അറൂദിന്റെ സുപ്രധാനമായ ഫായിദ. പിന്നീട് ഇൽമുൽ അറബിയ ഇങ്ങനെ വ്യാപിച്ച് അറബികളിൽ നിന്നും അനറബികളും എല്ലാവരും പിന്നെ അറബി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായപ്പോൾ അതിനെ ശരിയെ തെറ്റുകളെ തൊട്ട് വേർതിരിച്ചെടുക്കാനുള്ള ഒരു പ്രധാനമായ പിന്നെ ആലത്തായി, ആയുധമായി നമ്മുടെ ഇൽമുൽ അറൂദ് മാറി എന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ ഷിഅറല്ല. പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ഷിഅറല്ല എന്നതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഷിഅറല്ലെങ്കിൽ പിന്നെ എന്താണ് ഷിഅർ? ഇനി പരിശുദ്ധ ഖുർആനിൽ ചിലത് ഷിഅർ പോലെ ഷിഅറിന്റെ വസനോട് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്ന് മനസ്സിലാക്കാനൊക്കെ ഇൽമുൽ അറൂദിന്റെ അധ്യായങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇൽമുൽ അറൂദ് പഠിക്കണോ? പഠിക്കണം. ആര് പറഞ്ഞു? നമ്മുടെ പൂർവികർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം സയ്യിദി സൈനുദ്ദീനിൽ മഖ്ദൂമിൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കിയായിൽ, നമ്മളെല്ലാവരും പഠിച്ചവരാണ്, അദ്കിയായിൽ ഉദ്ധരിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: വഉലൂമു ആദാബിൻ സമാനിയത്തുൻ ലുഗ സർഫുൻ വനഹ്വുൻ വൽ മആനിൽ മുഫ്ളല വകദാ ബയാനുൻ വൽ ബദീഉ വഖാഫിയ വകദാ അറൂദുൻ ഫത്ലുബൻഹാ മുജ്മല. അപ്പോൾ മുജ്മലായെങ്കിലും പഠിക്കേണ്ടുന്ന ഒരു ഇൽമാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തുഹ്ഫയുടെ തുടക്കത്തിൽ അതിൻ്റെ ഹുക്മ്, ഇൽമുൽ അറൂദ് പഠിക്കുന്നതിൻ്റെ ഹുക്മ് എന്താണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പഴയ തുഹ്ഫയുടെ 1-ാം ജുസ് 33-ാമത്തെ പേജിൽ അത് കാണാൻ സാധിക്കും. വഹുവ, അതായത് ഇൽമു തസ്നീഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്ന് വഹുവ ഫിൽ ഉലൂമിൽ വാജിബ, അത് ഇൽമു തസ്നീഫ് അത് വാജിബായ ഉലൂമുകളിൽ പെട്ടതാണ്. വിശദീകരണങ്ങളുണ്ട്. ലൽ മന്ദൂബ കൽ അറൂദി, മന്ദൂബായ ഇൽമിൽ പെട്ടതല്ല. ഏതുപോലെ? ഇൽമുൽ അറൂദ് ഒരു മന്ദൂബായ, മന്ദൂബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി കിട്ടുന്നതാണല്ലോ ശർഈയായിട്ടുള്ള പിന്നെ ഹുക്മിന്റെ ബാബിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ മന്ദൂബായ ഇൽമിൽ പെട്ടതാണ്. ഖിലാഫൻ ലിമൻ അദ്ദഹു മിൻ ജുംലത്തി ഫുറൂദിൽ കിഫായ, ഫർള് കിഫായയാണ് എന്ന് വരെ പറഞ്ഞ ചിലരും ഉണ്ട് എന്ന് നമുക്ക് ചുരുക്കി അതിൻ്റെ അതിൻ്റെ പിന്നെ ഹുക്കുമും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇൽമുൽ അറൂദ് പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾ കവിയാകുന്നില്ല. കവിയാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് കവിത്വം എന്ന് പറയുന്നൊരു സാധനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിലൊക്കെ നമുക്ക് നൽകട്ടെ. പിന്നെ പ്രധാനമായ ചില ഉള്ളടക്കങ്ങളെ, ചില ബാബുകളെ ഈ ഇൽമിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊരു ഇജ്മാലിയായ ഒരു പരിചയപ്പെടുത്തലുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പിന്നെ പരിപാടിയുടെ പോസ്റ്ററൊക്കെ അടിക്കുന്ന പോലെ അല്ലെങ്കിൽ എക്സിബിഷൻ ഉണ്ടെങ്കിൽ ഈ എക്സിബിഷൻ ഹാളിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമല്ലോ, എന്നതുപോലെ ചെറിയൊരു ലിസ്റ്റിംഗ് ഔട്ടാണ് ഞാനിവിടെ പിന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു ബൈത്ത് എന്ന് പറയും. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. ഇത്
വലിയ ഒരു ഖസീദത്തുൽ ബുർദ, അതിൽ നിന്നുള്ള ഒരു ബൈത്തു ഷിഅറാണ്. ബൈത്തുൻ ഷിഅരി എന്ന് പറയും. അത് സാധാരണ നമ്മളെ വീട് അല്ലെങ്കിൽ റൂം എന്ന അർത്ഥത്തിനുള്ള, അതിനോട് തശ്ബീഹ് ചെയ്തുകൊണ്ടാണ്. ഒരു വീടിന് പല ജുസുകൾ ഉണ്ടായിരിക്കുമല്ലോ, പല 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 പിന്നെ റൂം ആയിട്ടും അതിൻ്റെ റൂഫായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ചുമരും സ്റ്റെപ്പും ഇങ്ങനെയൊക്കെ. അതേ രൂപത്തിൽ ഇതിനും പല ജുസുകൾ ഉള്ളത് കൊണ്ടാണ് ബൈത്തുൻ ഷിഅരി എന്നതിന് പറയുന്നത്. അപ്പോൾ തുല്യമായ, രണ്ട് സൈഡും തുല്യമായ രണ്ടു പാദങ്ങൾ എന്ന് പറയാം, മലയാളത്തിൽ പാദം എന്ന് പറയും. രണ്ടു പാദങ്ങളിലൂടെയാണ് ഒരു ബൈത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു ബൈത്ത്, ആ ബൈത്തിന്റെ ഒന്നാമത്തെ സൈഡ് ഇപ്പൊ നമ്മൾ ചൊല്ലിയപ്പോൾ യാ അക്രമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി വരെയുള്ള ഭാഗത്തിന് നമ്മൾ സ്വദ്ർ എന്ന് പറയും. മറുഭാഗത്തിന് സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ആമിമി എന്നതിനെ നമ്മൾ അജ്സ് എന്നും പറയുന്നു. ഇനി ഇൽമുൽ അറൂദിന്റെ നിയമപ്രകാരം ഈ ബൈത്തിനെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ വസ്നിന് വേണ്ടി ഇങ്ങനെ കത്രിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ച് വരുമ്പോൾ ഓരോന്നിലും അതിൻ്റെ അവസാനത്തെ, ഇപ്പോൾ സ്വദ്ർ, അജ്സ്, ഇതിനെപ്പറ്റി രണ്ടിനെയും പറ്റി മിസ്റാ എന്ന് പറയും. ഒരു പാദം, മറ്റൊന്ന് മറ്റൊരു പാദം, ഇങ്ങനെ മിസ്റാ എന്നും പറയാറുണ്ട്. ഇങ്ങനെ ഒന്നാമത്തെ മിസ്റാ, അതായത് സ്വദ്റിന്റെ അവസാനത്തിൽ കാണുന്ന ഒരു ജുസ്, നമ്മളിപ്പോൾ ചൊല്ലിയ ബൈത്തിൽ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിനെ പറ്റി അറൂദ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അറൂദ് എന്നൊരു ഭാഗം ബൈത്തിനുണ്ട്, അത് ഈ ഭാഗമാണ്. ഒന്നാം പാദത്തിന്റെ അവസാന ജുസ്, അതിന് അറൂദ് എന്ന് പറയുന്നു. പിന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാന ജുസ്, അതിന് ലർബ് എന്നും പറയുന്നു. ലർബ്, എല്ലായിടത്തും ലർബിന് അടി എന്നല്ല അർത്ഥം എന്ന് പണ്ട് ഉസ്താദ്മാർ പറഞ്ഞിട്ടില്ലേ, അതാണ് ലർബ് എന്നും പറയുന്നു. അപ്പോൾ രണ്ടാം പാദത്തിന്റെ രണ്ടാം മിസ്റാഇന്റെ, അതായത് സ്വദ്ർ, അജ്സ് ഇങ്ങനെ ഉണ്ടല്ലോ, അജ്സിന്റെ അവസാന ഭാഗത്തിനാണ് ലർബ്. ഇപ്പൊ നമ്മൾ ചൊല്ലിയ ബൈത്തിൽ അമീമി അമീമി എന്ന് പറയുന്ന ആ ഭാഗമാണ് ലർബ് എന്ന് പറയുന്നത്. അതല്ലാത്ത മറ്റു ഭാഗങ്ങളോ അതിനും പേരുണ്ട്, അതിന് അൽ ഹഷ്വ് എന്നാണ് പറയുക, ഹഷ്വ്. അപ്പോൾ ബൈത്തുകൾ ആകെ ഹഷ്വും അറൂദും ലർബും ഇങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇനി ഖാഫിയ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്, ഖാഫിയ. അതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇൽമുൽ ഖാഫിയ എന്ന് പറഞ്ഞ് ചെറിയൊരു വിജ്ഞാന ശാഖ തന്നെ ഉള്ളത്. അപ്പോൾ ഇൽമുൽ ഖാഫിയ എന്ന് പറയുന്നത് ബൈത്തിന്റെ അവസാന ഭാഗം എന്ന് പറയാറുണ്ട്, ഒരു ബൈത്തിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയാറുണ്ട്. എന്നാൽ കൂടുതൽ ഇമാം ഖലീൽ അടക്കമുള്ള ആളുകളൊക്കെ അതിന് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്, ഇബാറത്തൊന്നും വായിക്കാതെ തന്നെ വളരെ ലളിതമായി പറഞ്ഞാൽ, ഇൽമിന്റെ ഒരു ബൈത്തിന്റെ അവസാന ഭാഗം മുതൽ ഇങ്ങോട്ട് മുന്നോട്ടിങ്ങനെ വന്നാൽ, മുന്നോട്ട് അവസാനത്തിൽ നിന്ന് പിറകോട്ട് വായിച്ചാൽ കിട്ടുന്ന ഒരു സുക്കൂൻ ഉണ്ടാവുമല്ലോ, സുക്കൂനും ഹർക്കത്തും ആണല്ലോ ആകെ നമ്മുടെ ശബ്ദത്തിലുള്ളത്. അപ്പോൾ അവസാനം കിട്ടുന്ന സുക്കൂൻ, ആ സുക്കൂനിന്റെ തൊട്ടു മുമ്പ് ഹർക്കത്തായിരിക്കും, ഇൽത്തിഖാഉ സാക്കിനേനി ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ ആ സുക്കൂൻ അവസാനം ഒടുവിൽ നിന്ന് ഇങ്ങനെ പിറകോട്ട് വന്ന് നോക്കുമ്പോൾ അവസാനം കാണുന്ന ആ സുക്കൂനിനെ, ആ സുക്കൂനിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തോട് കൂടെ അങ്ങ് വായിക്കുന്ന ആ ഒരു കഷ്ണം ഉണ്ടല്ലോ, ആ ഒരു കഷ്ണത്തിനാണ് ഖാഫിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ യാ അക്രമയുടെ ഒന്നാമത്തെ യാ അക്രമൽ ഖൽഖി എന്ന വരിയിൽ അവസാനത്തെ സുക്കൂൻ എന്ന് പറയുന്നത് മീമി മീ എന്ന് നമ്മൾ ഇത്ലാഖിന് വേണ്ടി നീട്ടിയ ആ ഒരു അവസാനത്തെ സുക്കൂൻ, അവിടെ നിന്ന് ഇങ്ങനെ അവസാനത്തേക്ക് ഇങ്ങനെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഹാദിഫിൽ എന്ന് പറയുന്നിടത്തൊരു സുക്കൂനുണ്ട്. ലാമിന് സുക്കൂനാണ്. ആ ലാമിന് മുമ്പുള്ള സായിനെയും കൂട്ടി ആ ഒരു പദത്തിനാണ്, അല്ലെങ്കിൽ ആ ഒരു കഷ്ണത്തിനാണ് നമ്മൾ. അപ്പോൾ ഈ ബൈത്തിന്റെ ഈ ആക്രമയുടെ ഒന്നാമത്തെ വരിയിൽ ഫിൽ ആമിമി എന്നതാണ് ഖാഫിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൽമുൽ അറൂദിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് റവിയ്യ് എന്ന് പറയുന്നത്. റവിയ്യ് എന്ന് പറഞ്ഞാൽ ഒരു ഖസീദയുടെ അവസാനമൊക്കെ ഒരേ ഹർഫിൽ, ഇപ്പൊ ബുർദയാണെങ്കിൽ മീമിലാണല്ലോ അവസാനിക്കുന്നത്, എല്ലാം
മീമിൽ അവസാനിക്കുകയാണ്. ഈ രൂപത്തിലുള്ള അവസാനം എല്ലാം ഒരേ രൂപത്തിൽ കൊണ്ടുവരുന്ന, അങ്ങനെയാണ് അറബികളുടെ ശൈലി. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏത് അക്ഷരത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവസാനം എല്ലാ ബൈത്തിൻ്റെയും അവസാനം എത്തുന്നത്, ആ അക്ഷരത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ റവിയ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബുർദയെ സംബന്ധിച്ച് നമ്മൾ പറയും ബുർദയുടെ റവിയ് മീമാണ് എന്ന് പറയും. മുളരിയെ സംബന്ധിച്ച് മുളരിയുടെ റവിയ് റാ ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസ്വീരി തങ്ങളുടെ തന്നെ വളരെ പ്രസിദ്ധമായതാണ് ഹംസിയ്യ എന്ന് പറയുന്നത്. എൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഹംസിയ്യ, അത് അവസാനമെല്ലാം അവസാനിക്കുന്നത് ഹംസ കൊണ്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാനത്ത് സുആദ് ഒക്കെ അവസാനിക്കുന്നത് ലാമിലാണ്. അപ്പോൾ അതിന്റെ റവിയ് ലാമാണ് എന്ന് നമുക്ക് പറയാം. ഈ രൂപത്തിൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചുരുക്കാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽമുൽ അറൂലിന്റെ ഒരു അധ്യായമാണ് അൽ കിതാബത്തുൽ അറൂലിയ്യ. അൽ കിതാബത്തുൽ അറൂലിയ്യ എന്ന് പറഞ്ഞാൽ അറൂലിയായ എഴുത്ത് എങ്ങനെയാണ്. അപ്പോൾ ഇൽമുൽ അറബിയ്യ 16ഓളം ശാഖകളിലാണെന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ സമയമെടുക്കാനില്ല, വേഗം 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഇൽമുൽ അറൂൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതെന്ത് എന്നറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ 1-2 ബാബുകളെ കൂടി പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കിതാബത്തുൻ അറൂലിയ്യ അതിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. കിതാബത്തുൻ അറൂലിയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രൂപത്തിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അത് ഇൽമുൽ ഇംലാ അല്ലെ, എഴുത്തിന് ചില രൂപങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉച്ചാരണത്തിന് ചില രൂപങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അറബി കലാമിൽ ഇപ്പോൾ അഷംസ് എന്ന് എഴുതണം, അൽ ഷംസ് എന്ന് നമ്മൾ എന്താവില്ല വായിക്കില്ല. അലിഫ്ലാം ആണെങ്കിൽ കൂടി അത് ഷംസിയ, ഖമരിയ. അതുപോലെ തന്നെ എഴുത്തിന് ചിലതുണ്ട്, ചില ഹർഫുകളൊക്കെ സൈലന്റ് ആയിരിക്കും. ഇപ്പൊ സംഭവം നമ്മുടെ വസ്ലിയായ ഹംസ അവിടെ ഹംസത്തുൽ വസ്ലിനെ അവിടെ എഴുതുമെങ്കിലും വായിക്കുമോ? കൂട്ടിമൊഴിച്ച് പോയാൽ തസ്ഖുതു ഫിദ്ദറജീനല്ലേ പഠിച്ചത്. അപ്പോൾ അത് കൂട്ടിമൊഴിച്ചില്ല, അത് പോകും. ഇങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ, അതിന് ഓരോന്നിൻ്റെ നിയമങ്ങളുണ്ടല്ലോ. അങ്ങനെ നിയമാനുസൃതമുള്ള എഴുത്ത് അല്ല അറൂലിൻ്റെ എഴുത്ത്. അതുകൊണ്ടാണ് കിതാബത്തുൻ അറൂലിയ്യ എന്ന് പറഞ്ഞ് അതിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൊതുവായ നിയമം, അതിൻ്റെ ഒരു അവലംബം എന്ന് പറയുന്നത് ഉച്ചാരണം. എന്താണോ ഉച്ചരിക്കുന്നത് അത് എഴുതുക, എന്തൊക്കെ ഉച്ചരിക്കുന്നില്ല അതൊന്നും എഴുതാൻ പാടില്ല എന്നാ. എന്തൊക്കെ ഉച്ചരിക്കുന്നുണ്ടോ, ഒരു ഉദാഹരണം വെച്ച് നമുക്ക് പറയാം, എന്തൊക്കെ ഉച്ചരിക്കുന്നുണ്ടോ അതൊക്കെ എഴുതണം, എന്തൊക്കെ ഉച്ചരിക്കുന്നില്ല അതൊന്നും എഴുതാനും പാടില്ല എന്നതാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വശംസി എന്ന് ഒരു ബൈത്തിൽ കാണുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിനെ ഒരു കിതാബത്തുൻ അറൂലിയ്യ രീതിയിൽ എഴുതേണ്ടത് വശ് ഷം സി എന്നാണ്. അല്ലാതെ വാവ് അലിഫ്ലാം ഷീന് എന്ന രീതി കിതാബത്തുൻ അറൂലിയ്യക്ക് ഇല്ല. കിതാബത്തുൻ അറൂലിയ്യ എന്ന് പറയുന്ന അറൂലിലെ ഇൽമുൽ അറൂലിലെ എഴുത്ത് ബെയ്ത്തിനെ തഖ്തീഅ് ചെയ്യാനും അതിൻ്റെ കേടുപാടുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധനക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ഉച്ചരിക്കുന്നത് എന്തൊക്കെയാണോ അതിനൊക്കെ എഴുതണം. ഇപ്പോൾ മുദ്ഗമായതുണ്ടോ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ വശംസി ഉണ്ടല്ലോ, വശംസി. അപ്പം അല്ലെങ്കിൽ മുസ്വല്ലിയൻ എന്നൊക്കെ നമ്മൾ അൽഫിയൽ മുസ്വല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ എന്നിങ്ങനെ പറയുമ്പോൾ മുസ്വല്ലിയൻ എന്നതിലെ മുസ്വൽ എന്ന് എഴുതണം, മറ്റേ ലാമോ എഴുതണം. അല്ലാതെ മുസ്വല്ലി എന്ന് എഴുതുമ്പോൾ നമ്മൾ മുഷദ്ദദത്തായ അക്ഷരത്തിനൊന്നും അതിൻ്റെ മേലെ ഷദ്ദ് അങ്ങനെയല്ലേ നമ്മൾ പരിചയപ്പെടുത്തുക, ആ രൂപത്തിലല്ലേ. ഇപ്പൊ അൽഫിയന്റെ മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ എന്നത് എഴുതുകയാണെങ്കിൽ നമ്മൾ മുസ്വല്ലിയൻ തെൻവീനിനെയും നൂനാക്കി എഴുതണം. തെൻവീനിന്റെ ഉച്ചാരണം എന്തായതുകൊണ്ട് നൂനുൻ സാക്കിനത്തുൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ നൂനായതുകൊണ്ട് മുസ്വല്ലിയൻ അലർ അലർ അവിടെ അലിഫ്ലാം ഒന്നും ഈ എഴുത്തിലുണ്ടാവൂല. അലർ റസൂലിൽ ലിൽ നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ ഉള്ളപ്പോൾ 2-ാം ക്ലാസ്സിലൊക്കെ ഉള്ളപ്പോൾ എഴുതിയിരുന്ന പോലെ എഴുതണം. അതാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ കേൾക്കുന്നത് അങ്ങനെ തന്നെ എഴുതുക. എഴുത്തിന്റെ നിയമങ്ങൾ ഇവിടെ ബാധകമല്ല എന്നതാണ് ചുരുക്കി പറഞ്ഞത്. മുസ്തക്മിലീന ശുറഫ എന്ന് പറയുമ്പോൾ അലിഫ്ലാം ഒന്നും അവിടെ ഉണ്ടാവില്ല. മുസ്തക്മിലീന ശുറഫ ഇങ്ങനെയാണ്. അപ്പോൾ അതെന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്? ഹറക്കത്തിനെയും സുക്കൂനിനെയും. അതാണ് ഇതിൻ്റെ
മീറ്റർ എന്ന് പറയുന്നത്, മാനദണ്ഡം എന്ന് പറയുന്നത്. എവിടൊക്കെ ഹർക്കത്ത് വരാം, എവിടൊക്കെ സുക്കൂന് വരണം എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച പോകുന്നത്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. കിതാബത്തുൻ അറൂദിയ്യ എന്നാണ് ഈ അധ്യായത്തിന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നിയമം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉച്ചരിക്കുന്നത് മുഴുവനും എഴുതണം, ഉച്ചരിക്കാത്തതൊന്നും എഴുതാൻ പാടില്ല. വിശദമായ വിവരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇൽമുൽ അറൂദുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ് തഫ്ഈലത്തുകൾ. എന്താണ് തഫ്ഈലത്തുകൾ? അതിന്റെ ജംആണ് തഫാഈൽ എന്ന് പറയുന്നത്. തഫ്ഈലത്തുകൾ എന്ന് പറയും. ഈ തഫ്ഈലത്തുകൾ കൂട്ടി വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ട്യൂൺ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ട്യൂണിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ അൽഫിയൻ്റെ ഷറഹിൽ തന്നെ തുടക്കത്തിൽ റജിസ് എന്ന് പ്രയോഗിച്ചിട്ട് കാണും. ഉർജൂസയാണ്. റജിസ് എന്ന വൃത്തത്തിൽ വന്നിട്ടുള്ള കവിതയാണ് അല്ലെങ്കിൽ ബൈത്താണ് ഏത്? അൽഫിയ. അതുകൊണ്ട് അതിന് റജിസ് ഉർജൂസ എന്നാണ് പറയുക. ആ ഒരു വൃത്തത്തിൻ്റെ പേരാണ് റജിസ്. അതിൻ്റെ ട്യൂൺ ഇങ്ങനെയാണ്, അസ്ലിയായ ട്യൂൺ ഇങ്ങനെയാണ്: മുസ്തഫ്ഇലുൻ 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 ലിഇന്ന അന്നാ ലൈത ലാകിന്നാ ലഅൽ. ആ രൂപത്തിലാണ് അൽഫിയ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇൽമുൽ ഫറായിലിൽ പഠിക്കുന്ന റഹ്ബിയായാലും അങ്ങനെ നമുക്ക് പരിചയമുള്ള ധാരാളം ഇൽമിയായി രചിക്കപ്പെട്ടിട്ടുള്ള നിരവധി പദ്യങ്ങൾ ആ രൂപത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇപ്പൊ നമ്മൾ പാടിയല്ലോ, ഒരു ട്യൂണ് നമ്മൾ പരിചയപ്പെട്ടല്ലോ, മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ. ഇതിൽ കാണുന്ന ആ മുസ്തഫ്ഇൽ ഉണ്ടല്ലോ, ആ മുസ്തഫ്ഇലിനെ സംബന്ധിച്ചാണ് അതൊരു തഫ്ഈലത്താണ് എന്ന് പറയും. അപ്പോൾ 6 മുസ്തഫ്ഇലുൻ എന്ന 6 തഫ്ഈലത്തുകൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് 3 എണ്ണം ഒന്നാം പാദത്തിലും 3 എണ്ണം രണ്ടാം പാദത്തിലും വെച്ചാൽ കിട്ടുന്നതാണ് റജിസ് എന്ന ബഹർ വൃത്തം. ബഹറിനെ കുറിച്ച് നമ്മൾ അല്പം കഴിഞ്ഞ് പറയും. അപ്പോൾ ഈ വൃത്തങ്ങൾ അല്ലെങ്കിൽ അറബി കവിതാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാകുന്ന ഈ ബഹറുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ പാർട്സുകൾക്കാണ് എന്ത് പറയുന്നത്? തഫ്ഈലത്തുകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടാൽ ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ. ഇത് മറ്റൊരു വൃത്തമാണ്. അപ്പോൾ ഫഊലുൻ മഫാഇലുൻ വേറൊന്ന്, മുസ്തഫയിൽ അല്ലാത്ത വേറെ 2 എണ്ണം പരിചയപ്പെടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പാടി എന്നേ ഉള്ളൂ. ഏതായാലും ഈ രൂപത്തിൽ ബെയ്ത്തുകളുടെ വൃത്തങ്ങൾ, ബഹറുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ അതിനെ ക്രമീകരിച്ചിട്ടുള്ള അതിൻ്റെ പാർട്സുകൾക്ക് അജ്സാഇനാണ് നമ്മൾ തഫ്ഈലത്തുകൾ എന്ന് പറയുന്നത്. പ്രധാനമായ തഫ്ഈലത്തുകൾ ഫഊലുൻ മഫാഇലുൻ മുഫാഅലത്തുൻ ഫാഇലാത്തുൻ ഫാഇലുൻ മുതഫാഇലുൻ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ അതിന് പിന്നെയും ഘടകങ്ങളുണ്ട്. സബബ് ഖഫീഫ്, സബബ് സഖീൽ എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അത്തരം വിഷയങ്ങളിലേക്ക് കടന്ന് സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും പലപ്പോഴും ഇൽമുൽ അറൂദ് പഠിക്കാത്ത ഒരാൾക്ക് പോലും കൂടുതൽ ആവശ്യമായി വരുന്നതും ഏറ്റവും കൂടുതൽ കവിതയിലെ ശരിതെറ്റുകളെ വേർതിരിക്കാൻ ആവശ്യമായ ടൂളും ഇൽമുൽ അറൂദിൻ്റെ മർമ്മപ്രധാന ഭാഗവും വിശാലമായ അധ്യായവുമാണ് ബുഹൂറു ശിഅർ എന്ന് പറയുന്നത്. ഷിഅറിൻ്റെ വൃത്തങ്ങൾ, കവിതയുടെ വൃത്തങ്ങൾ എന്ന് പറയും. എല്ലാ ഭാഷയിലും അതുണ്ട്, മലയാളത്തിലും അതുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഇംഗ്ലീഷിലും എല്ലാ ഭാഷകളിലും കവിതയെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന സംസ്കൃതം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലും നമുക്കങ്ങനെ കാണാൻ സാധിക്കും. മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള വിവിധ കവിതകൾ അത് ആ രൂപത്തിൽ ഇങ്ങനെ ഇപ്പോൾ പിൽക്കാലത്ത് ആധുനിക പ്രവണതകൾ പലതുണ്ട്. അശ്ശിഉറുൽ ഹുർ എന്ന പേരിൽ അറബികളിലുണ്ട്. നമ്മളിങ്ങനെ കാണാൻ ഹൈക്കു കവിതകൾ എന്നൊക്കെ പറയലുണ്ടല്ലോ നമ്മൾ. അതുപോലെയുള്ള ഇങ്ങനെ 2-3 വരികളിൽ ഇങ്ങനെ എന്തോ കോറിയിട്ടതുപോലെയുള്ള കവിതകൾ അറബികൾ തന്നെ ഇപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഗസയിലെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ചുമരുകളിലൊക്കെ അവർ വളരെ വൃത്തിയായി കലാ പ്രകടനങ്ങൾ നടത്തിയത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ചെറിയ ചെറിയ കവിതകളൊക്കെ ഇങ്ങനെ എഴുതിയത്. അതൊന്നും ചിലപ്പോൾ ഈ വൃത്തങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കൂല, ആധുനിക പ്രവണതയാണ് അത്. മലയാളത്തിലുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. മലയാളത്തിലെ കവിതകൾ നിങ്ങൾ തന്നെ പലരും കവിത എഴുതുന്നവരാണല്ലോ. പ്രസിദ്ധീകരിച്ചു വരുന്ന പുതിയ കവിതകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷേ
പഴയ കവിതകളൊക്കെ പാടി നോക്കുമ്പോൾ, ഉദാഹരണത്തിന് കേരളം ചെറുതല്ല എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടല്ലോ. കേരളം ചെറുതല്ല, ആ രൂപത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ ഈണത്തിൽ അതിൻ്റെ കൃത്യമായ മീറ്റർ ഒപ്പിച്ചുകൊണ്ടായിരിക്കും അങ്ങനത്തെ കവിതകൾ. ആ കവിതകൾ ലക്ഷണമൊത്ത കവിതകളെന്നും അല്ലാത്തത് പറ്റാത്തത് എന്നുമൊക്കെ വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടം മലയാള സാഹിത്യത്തിനുണ്ടായിരുന്നു. മലയാളത്തിലുണ്ട് ഇതേപോലെ വ്യത്യസ്തങ്ങളായ ബഹറുകൾ അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. കാകളി, അതുപോലെ തന്നെ കേക, മഞ്ചരി, അഭിരാമി എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൻ്റെ വ്യാകരണവും അതിൻ്റെ പദ്യശാസ്ത്രവും പഠിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പാടിയല്ലേ കേരളം ചെറുതല്ല എന്ന് പറയുന്നത്, ആ പറയുന്നത് കേക എന്ന് പറയുന്ന വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ പലതും ഉണ്ട്. നമ്മുടെ കാകളി എന്ന് പറയുന്ന ഒരു വൃത്തമുണ്ട് മലയാളത്തിൽ. അതിനൊരു എന്തുണ്ട്, തഫ്ഈലത്തുകളുണ്ട്. തഫ്ഈലത്തുകൾ കൂട്ടിച്ചേർത്തൊരു ബഹറാണത്. കാകളി 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 കാകളി. ഇങ്ങനെ മലയാളത്തിൽ, നമ്മുടെ ഭാഷയായ മലയാളത്തിൽ അതിൻ്റെ ആളുകൾ, അതിൻ്റെ വ്യാകരണ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ പദ്യശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ അവസാന തഫ്ഈലത്താകുന്ന കാകളി ഉണ്ടല്ലോ, അവസാനത്തെ തഫ്ഈലത്താകുന്ന കാകളിയിൽ നിന്ന് അവസാനത്തെ കളി അങ്ങോട്ട് മാറ്റിയിട്ട് കാകളി 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 കാ, ഇങ്ങനെയായാൽ അത് മഞ്ചരി എന്ന് പറയുന്ന മറ്റൊന്നായി മാറി. ഇങ്ങനെയൊക്കെ മലയാളത്തിലും വിശദമായ രൂപത്തിൽ കേരളപാണി ഉൾപ്പെടെ ധാരാളം ഗ്രന്ഥങ്ങളിലൊക്കെ പിൽക്കാലം മുതൽ തന്നെ, പഴയ കാലം മുതൽ തന്നെ അതിനെ രേഖപ്പെടുത്തി അത് കാണാൻ സാധിക്കും. പഴയകാല കവിതകളൊക്കെ ഈ രൂപത്തിൽ വൃത്തമൊപ്പിച്ച്, സാധാരണ ഭാഷയിൽ പറഞ്ഞ മീറ്റർ ഒപ്പിച്ച് പാടിയ കവിതകളാണെന്നും കാണാൻ സാധിക്കും. അത് അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിന് ബുഹൂർ എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മുഖദ്ദിമക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അറബി ഭാഷയിൽ ഏറ്റവും അടിസ്ഥാനപരമായി 16 ബഹറുകൾ ഇപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൃത്തങ്ങൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അടിസ്ഥാനപരമായി 16 വൃത്തങ്ങളും പിന്നെ അതിലേക്ക് ആ 16-ൽ നിന്ന് ഓരോന്നിനും വരാവുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 100-ലേറെ വൃത്തങ്ങളും കാണാൻ സാധിക്കും എന്ന് എണ്ണി പറഞ്ഞ ആധുനിക ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നിനും പേരുണ്ട്. തൊവീല്, ബസീത്ത്, വാഫിർ, കാമില്, ഖഫീഫ്, റമല്, റജ്സ്, മദീദ്, ഇങ്ങനെ തുടങ്ങി 15 വൃത്തങ്ങൾ. ഇതിൽ നിന്നുള്ള 15 വൃത്തങ്ങളെ ചിട്ടപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്നു അഹ്മദ് എന്നവരാണ്. 16-ാമത്തെ വൃത്തമാകുന്ന മുതദാറക്, ഖബബ് എന്നൊക്കെ പറയും, അതിനെ ചിട്ടപ്പെടുത്തിയത് പിൽക്കാലത്ത്, അതായത് ഒരു ഇൽമുൽ അറൂദിന്റെ 2ാം മുഅല്ലിമ് പോലെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അഖ്ഫശുൽ ഔസത്ത്, അവരെയാണല്ലോ അലൽ ഇത്ലാഖ് അഖ്ഫശ് എന്ന് പറയുന്നത്. അഖ്ഫശ് എന്ന പേരിൽ 11ഓളം ആളുകൾ പ്രസിദ്ധരായിട്ടുണ്ടെന്ന് ഹാഷിയത്തുൽ ഖുദരി അടക്കം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഈ 15+1 16 അടിസ്ഥാന കവിതാവൃത്തങ്ങളുണ്ട്. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയേക്കണം. അതിൽ നിന്ന് എല്ലാം ഇപ്പോൾ പരാമർശിക്കുന്നില്ല. വളരെ നമ്മുടെ ചെവികൾ കേട്ടു തഴമ്പിച്ച 1-2 ട്യൂണുകളുടെ പേര് മാത്രം ഇവിടെ പറയുന്നത്. ഇപ്പോൾ പേരുകൾ മാത്രമാണ് പറയുന്നത്. ഒന്ന് തൊവീൽ എന്ന് പറയും. തൊവീലാണ് നമ്മുടെ നേരത്തെ നമ്മൾ പാടി ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ. ഏതുപോലെ തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുഅബി. അത് അപ്പോൾ ഈ തറദ്ദാലി മൗലൂദിൻ അല്ലെങ്കിൽ സ്വലാത്തും വതസ്ലീമുൻ എന്ന ഈണത്തിൽ നമ്മൾ ചൊല്ലുന്നത് അതിന് അറൂദിൽ അതിൻ്റെ പേര് തൊവീൽ എന്നാണ്. ഇനി മറ്റൊന്ന് ബസീത്ത്. നമ്മുടെ ബുർദയൊക്കെ ജാഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. ഇതൊക്കെ ബുർദയുടെ വരെയാണല്ലോ ഇപ്പോൾ പാടിയത്. മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലുൻ എന്ന ട്യൂണിൽ വന്നതാണ്. ഇതിൻ്റെ പേര് ബസീത്ത് എന്നാണ്. ഇനി മറ്റൊന്ന് വാഫിർ. നമുക്ക്
കാണാൻ സാധിക്കും. നമ്മളെ മുഹീദ്ദീൻ മൗലിദിലൊക്കെ നമ്മളിതില്ല സഖാനിൽ ഹുബ്ബു കഅസാത്തിൽ വിസാലി فقلت لخمرتي نحوي تعالي القصيدة الخمرية അത് വാഫിറിൽ വന്നതാണ്. അതിപ്പോൾ എങ്ങനെ മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലുൻ മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലുൻ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് പാടാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലത്, അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്നതല്ലല്ലോ, ഇതിനൊരു അടിസ്ഥാനം ഉണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്ന ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഏത് ഉലിദൽ ഹബീബുസ് സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു മുതഫാഇലുൻ 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 6 മുതഫായിലുകൾ മുതഫാഇലുൻ എന്നതുകൾ കൂട്ടിവെച്ച് ചേർത്ത് പിന്നെ രൂപപ്പെട്ടിട്ടുള്ളതാണ് ബഹർ അൽ കാമിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് നമ്മുടെ റജിസ് മുസ്തഫൈലുൻ. അപ്പോൾ 5 എണ്ണം പരിചയപ്പെടുത്തി. ആകെ 16 നിന്നുള്ള 5 എണ്ണം ഇപ്പോൾ നമ്മൾ ഉദാഹരണ സഹിതം പരിചയപ്പെടുത്തി തൽക്കാലം അവിടെ ആ ബാബ് അവിടെ അവസാനിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായി 16 വൃത്തങ്ങളാണ്, കവിതാ വൃത്തങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. എന്നാൽ അത് 100-നപ്പുറത്തേക്ക് വരെ ഉണ്ട് എന്നും പറഞ്ഞു. എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ചെറിയൊരു ഉദാഹരണത്തിലൂടെ വലിയൊരു ബാബ് ഞാൻ അത് ഇങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്. സിഹാഫ് അല്ലെങ്കിൽ സുഹാഫ്, ഇല്ലത്ത് എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികളുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ കവിതാ വൃത്തങ്ങളുടെ മുസ്തഫിലുകൾ ഉണ്ടല്ലോ, ഓരോ പിന്നെ തഫ്ഈലത്തുകൾ ഉണ്ടല്ലോ, ആ തഫ്ഈലത്തുകളിൽ ചിലതിനൊക്കെ വരാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അറൂദിൽ വരാവുന്ന മാറ്റങ്ങൾ, ലർബിൽ വരാവുന്ന മാറ്റങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ച് ഇങ്ങനെ പോയാൽ അത് 100ന്റെ അപ്പുറത്തേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ കവിതയുടെ തഫ്ഈലത്തുകളിൽ അഥവാ ബഹറുകളിൽ വരുന്ന ചില മാറ്റങ്ങൾ, തഗ്യീറാത്തുകൾ എന്ന് പറയാം ചുരുക്കത്തിൽ. അത്തഗ്യീറാത്ത് അല്ലത്തി പിന്നെ ഇതിനാണ് എന്ത് പറയുന്നത്? സിഹാഫ് അല്ലെങ്കിൽ സുഹാഫ് എന്ന് ചിലർ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇല്ലത്ത്, അതിൻ്റെ ജംഉ ഇലൽ എന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ അൽഫിയല് ഉദാഹരണത്തിന് ഒന്ന് ചൊല്ലാം. കലാമുനാ ലഫ്ളും മുഫീദുൻ കസ്തഖിം വസ്മുൻ വഫിഅലുൻ സുമ്മ ഹർഫുനിൽ കലിം. ഇത് നമ്മുടെ ട്യൂൺ ഏതാണ്? മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ. അപ്പോൾ എന്താണ് ഇവിടെ നോക്കുന്നത്? മുസ്തഫ്ഇലുൻ ഹറക്കത്ത് സുകൂന്, മുസ്തഫ് ഹറക്കത്ത് സുകൂന്, ഇലുൻ ഹറക്കത്ത് സുകൂന്. അപ്പോൾ ഈ രൂപത്തിൽ 6 പദങ്ങളെ ക്രമീകരിക്കണം. പദങ്ങൾ ക്രമീകരിക്കണം എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ ശബ്ദങ്ങളെ ക്രമീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ മീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന സമയത്ത് തന്നെ ഇതാണ് എൻ്റെ അടിസ്ഥാനം. റജിസിൻ്റെ അടിസ്ഥാനം ഈ 6 മുസ്തഫിലുകളാണ്. അതേ സമയത്ത് തന്നെ 1ാമത്തെ മുസ്തഫിലിനെ മുത്തഫായിലുൻ ആക്കാം. അതൊരു നിയമമാണ്, ഇൽമുൽ അറൂദിൽപ്പെട്ട ഒരു നിയമം തന്നെയാണ്. അപ്പോൾ അതിനൊരു പേരുണ്ട്. അപ്പോൾ ആ പേര് പിന്നെ അതുപോലെ ഖബ്ൽ എന്ന് പറയും. അപ്പോൾ ആ ഖബ്ൽ വന്നിട്ടുള്ളതായതിന് മഖ്ബൂൽ എന്ന് പറയും. ഈ രൂപത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ സിഹാഫും ഇല്ലത്തും ഒക്കെ സംഭവം. സിഹാഫും ഇല്ലത്തും തമ്മിൽ വ്യത്യാസമുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള തഗ്യീറാത്തുകളൊക്കെ വന്നതുകൊണ്ടാണ് അടിസ്ഥാനപരമായ 16 ബഹറുകളിൽ നിന്ന് കൂടുതൽ ബഹറുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചൊരു ബൈത്ത് അല്ലെങ്കിൽ അൽഫിയൽ കലാമുനാ ലഫ്ളും മുഫീദ് നമ്മളിങ്ങനെ നോക്കി. മുസ്തഫ്ഇലുൻ 1ാമത്തെ ഹറക്കത്ത്, 2ാമത്തെ ഹറക്കത്ത്, ഓക്കെ. ലാ എന്ന് പറയുമ്പോൾ ലാമിന് ഹറക്കത്താണല്ലോ. റജിസിന്റെ നിയമത്തിൽ ലാമിന് എന്താവണ്ടേ? സുക്കൂൻ ആവണ്ടേ എന്ന് കരുതി അപ്പം അൽഫിക്ക് എന്തോ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സിഹാഫും ഇല്ലത്തും ഒക്കെ എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ കലാമുന എന്ന് പറയുമോ, അതിന് ഉത്തരം വേണ്ടേ? ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അത് കലാമുന എന്ന് പറയുന്നത് മുത്തഫാഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ആ രൂപത്തിൽ കൊണ്ടുപോയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ അനുവദനീയം തന്നെയാണ്. ആ അനുവദനീയമായ മാർഗങ്ങളെ പറ്റി തന്നെയാണ് സുഹാഫ് എന്നും ഇല്ലത്ത് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട
ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് കടക്കണം. പ്രധാനപ്പെട്ട ഒന്ന് തഖ്തീഅ് എന്ന് പറയലാണ്. തഖ്തീഅ് എന്ന് പറയുന്നതാണ്. തഖ്തീഅ് എന്ന് പറയുന്നാൽ ഇത്രയേ ഉള്ളൂ. അതിനെ ഒരു ബൈത്തിനെ നമുക്ക് കിട്ടിയാൽ കിതാബത്തുൻ അറൂളിയായ നിയമപ്രകാരം അതിനെ നമ്മൾ എഴുതുന്നു. ഇംലായിൻ്റെ നിയമമല്ല, അറൂളിൻ്റെ നിയമപ്രകാരം അതിനെ നമ്മൾ എഴുതുന്നു. ഹറക്കത്ത് സുക്കൂന് വെച്ച് ഓരോന്നിനെ പീസാക്കിയിട്ട് എന്താക്കുന്നു, അതിൻ്റെ ഹറക്കത്ത് സുക്കൂനുകളെ പരിശോധിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് തഖ്തീഅ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തഫ്ഈലത്തിനനുസരിച്ചും നമ്മൾ അതിനെ ഇങ്ങനെ കത്രിച്ച് അതിനെ പിന്നെ എന്തു ചെയ്യും, അതിനെ വ്യക്തമാക്കി മുറിച്ച് അതിനെ വ്യക്തമാക്കി പറയും. ഇതിനാണ് തഖ്തീഅ് എന്ന് പറയുന്നത്. ഇനിയും ഇൽമുൽ അറൂലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇൽമുൽ അറൂലിൻ്റെ ബഹറുകളെ കൃത്യമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ ബൈത്തിനെ കൊണ്ടുവരണം. അതിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യലോടുകൂടെ വളരെ മുഖ്യമാണ്. അത് ഈ ഇൽമുൽ അറൂലിൻ്റെ നിയമങ്ങൾ പാലിക്കൽ വളരെ മുഖ്യമാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ചെറിയൊരു വിഷയം കൂടി പറയാം. ലറൂറാത്തുൻ ശിഅരിയ്യ എന്ന് കേട്ടിട്ടുണ്ടാവും. പല സ്ഥലത്തും ലറൂറാത്തുൻ ശിഅരിയ്യായ ലറൂറത്തിന് വേണ്ടി അവിടെ എങ്ങനാക്കി ഇവിടെ എങ്ങനെയാക്കി എന്നൊക്കെ പറയും. ചില ഉദാഹരണങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ മാത്രം. അപ്പോൾ ചില സ്ഥലത്ത് വസ്നൊപ്പിക്കാൻ വേണ്ടി, ബെയ്ത്തൊപ്പിക്കാൻ എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മളെ ഭാഷയിൽ അല്ലേ, ബെയ്ത്തൊപ്പിക്കാൻ, ബെയ്ത്തിൻ്റെ വസ്നൊപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മളെ ദർസിലൊക്കെ ഇങ്ങനെ ചൊല്ലി പഠിക്കുന്ന വായിച്ചു പോകുന്ന സമയങ്ങളിലൊക്കെ ബുക്കുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ സംഗതി ഇതാണ്. എന്ത്, ഇൽമുൽ അറൂലിൻ്റെ നിയമപ്രകാരം ബെയ്ത്തുകൾ കൊണ്ടുവരുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ശായര്യങ്ങൾക്ക് നമ്മൾ എന്താക്കി കൊടുക്കണം, ഷിഅറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു കൊടുക്കണം. അങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി പറഞ്ഞ് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, മുൻസരിഫിനെ ഗൈർ മുൻസരിഫും ഗൈർ മുൻസരിഫിനെ മുൻസരിഫാക്കലാണ്. അൽഫിയയിലേക്കും അതിലേക്ക് അൽഫിയയിലും ഗൈർ മുൻസരിഫിൻ്റെ ബാബിൽ അതിലേക്കൊക്കെ സൂചനയുണ്ട്. ഉദാഹരണത്തിന് ഷായർ, പ്രസിദ്ധനായ ഷായർ മുത്തനബി അദ്ദേഹം പിന്നെ പാടിയ ഒരു വരി, അത് നമ്മൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ, അപ്പൊ ദനാനീർ പിന്നെ ഇത് മഫാഈൽ വസ്നിൽ വന്നാൽ ഗൈർ മുൻസരിഫാണല്ലോ അല്ലേ. മഖാമ ഇല്ലത്തിൻ വാ ഇല്ലത്തി എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണല്ലോ, രണ്ടില്ലത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായതുകൊണ്ട്. അപ്പൊ ദനാനീറ എന്ന് പറയണം. ദനാനീറ തഫിറു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സുക്കൂനിന്റെ ഗ്യാപ്പ് വന്നു പോകും. ദനാനീറൻ എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാം. ലി ലറൂറത്തി ശിഅരി അല്ലെങ്കിൽ ലി ഇഖാമത്തിൽ വസ്നി, ഇങ്ങനെയൊക്കെ കാണാം. നമ്മളെ ഷവാഹിദ് കിതാബ് എன்ற കിതാബില്ലേ, അൽഫിയയിലും മറ്റു കിതാബുകളിലൊക്കെ വന്ന ഷാഹിദുകൾ. ആ രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ശൈഖുനൽ മർഹൂം വൈലത്തൂർ ബാവ ഉസ്താദ്, അള്ളാഹു അവിടുത്തേക്കും റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ അതിലൊക്കെ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ലി ഇഖാമത്തിൽ വസ്നി എന്നൊക്കെ, അല്ലെങ്കിൽ ലറൂറത്തി ശിഅരി എന്നൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മംദൂദായ ഒരു ലഫ്ളിനെ പിടിച്ച് എന്താക്കി മാറ്റുക, മഖ്സൂറാക്കി മാറ്റുക, ചുരുക്കുക, അതിൻ്റെ ഹംസിനെ വെട്ടുക. അത് നമ്മൾ അൽഫിയയിൽ ധാരാളം എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ബൈത്തിന്റെ വഴിക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, ബാ പോലെയുള്ളതിൻ്റെ അതിൻ്റെ ആശയം അനുസരിച്ച് പറഞ്ഞതാണ്. ഫാഫിയലിനുള്ള ഒരു നിയമമൊക്കെ അങ്ങനെ ഇലാഖിരിഹി. അപ്പോൾ എന്നൊക്കെ പറയുന്ന അൽഫിയൻ്റെ വരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ബന്ധപ്പെട്ടതും ബന്ധം മുറിക്കാനാവാത്തതുമായ ഒരു കിതാബായതുകൊണ്ടാണ് അൽഫിയ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. എല്ലാ മിക്കവാറും ബൈത്തുകളിലൊക്കെ അങ്ങനെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫതഹാക്കപ്പെട്ട വാവിനെ അല്ലെങ്കിൽ ഫതഹാക്കപ്പെട്ട യാഇനെ മാറ്റി ഹർക്കത്തിന് ആ ഫതഹിനെ നീക്കം ചെയ്യാം. ഹർക്കത്ത് നീക്കിയാൽ എന്താവും? സുക്കൂനാവും. ഹർക്കത്തില്ലാത്ത അവസ്ഥക്കാണല്ലോ സുക്കൂൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സുപ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ബാനത്ത് സുആദിന്റെ ഒരു വരി വായിച്ചാൽ, അർജു വആമുലു അൻ തദ്നു മവദ്ദതുഹാ വമാ ഇഖാലു ലദൈനാ മിൻക തൻവീലു. അപ്പോൾ അവിടെ അർജു വആമുലു അൻ തദ്
തദ്നുവ എന്ന് പറയണ്ടേ, അന്ന് വന്നാൽ അങ്ങനല്ലേ. പിന്നെ അന്നിനെ മായോട് സാദൃശ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ അൽഫിയ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ബാനത്ത് സുആദിന്റെ ഷർഹൊക്കെ നോക്കിയാൽ അല്ലാമ മുല്ല അലിയുൽ ഖാരി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒന്നുകിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ അതെന്താണ് ബെയ്ത്തിന്റെ എന്ന് പറഞ്ഞാൽ ബെയ്ത്ത് ആവില്ല, അത് ബെയ്ത്തിന്റെ വസ്ന് തെറ്റിപ്പോകും. അപ്പൊ ഇഖാമത്തുൽ വസ്നിന് വേണ്ടി ഫതഹാക്കപ്പെട്ട വാവിന്റെ ഫതഹിനെ കളഞ്ഞുകൊണ്ട് സുക്കൂനായി കൊണ്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ പിന്നെ മുതഹരിക്കായ ഒന്നിനെ സാക്കിനാക്കുക. ലമീറുകളിൽ പെട്ടതാണ്. ലമീറുകളെ നമ്മൾ എണ്ണി വരുമ്പോൾ ഒന്നാമത്തെ ലമീർ അന എണ്ണിയവരുണ്ട്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചത് ഹുവ ഹുമാഹും. ഹു എന്ന് പറഞ്ഞ ഹായിന് ലമ്മാണ്. അൽഫിയ തുടങ്ങിയപ്പോഴോ എന്താ അവിടെ വഹുവ എന്ന് പറയാതെ വഹുവ എന്ന് പറഞ്ഞ അതൊക്കെ ഇപ്പൊ ഒരു വിഷയാക്കണോ? അതൊക്കെ വിഷയമാണ്. വഹുവ എന്ന് പറഞ്ഞ എന്തുകൊണ്ട് വഹുവ പറഞ്ഞില്ല, എന്തുകൊണ്ട് വഹുവ പറഞ്ഞു, അതൊരു വിഷയമാണ്. എന്തുകൊണ്ട് മുസ്തഫ്ഇലുൻ എന്നതിനോട് യോജിക്കാൻ വേണ്ടി അല്ലേ? അങ്ങനെ അത് പിന്നെ അത് അവിടെ പിന്നെ തൽമീഹ് അടക്കമുള്ള ഹാഷിയകളിൽ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖത്ഇന്റെ ഹംസയെ പിടിച്ച് എന്താക്കുക, വസ്ൽ ഹംസാക്ക വക്സിർ വഷ്മിം ഔ അഷ്മിം എന്ന് പറയണ്ടേ ശരിക്ക്. ഖത്ഇന്റെ ഹംസന്റെ നിയമം അങ്ങനല്ലേ, കൂട്ടിമൊഴിച്ചിൽ കളയാൻ പറ്റൂലല്ലോ. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവഷ്മിം എന്ന് പറഞ്ഞു. ആ ഹംസയെ വാവിലേക്ക് ഇങ്ങോട്ട് നക്കൽ ചെയ്തുകൊണ്ട് പറഞ്ഞു അവഷ്മിം എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഉള്ളതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ വസലിന്റെ ഹംസയെ ഖത്ആയിട്ട് പ്രയോഗിക്കാം. ഇപ്പൊ യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചക്ക് യൗമുൽ ഇസ്നൈൻ അല്ല പറയാ, യൗമുൽ ഇസ്നൈൻ രണ്ടാളെന്നുള്ളതിന് അൽ ഇസ്നൈൻ എന്ന് പറയല്ലോ, അൽ ഇസ്നാൻ. അതിലെ ഹംസ എന്താണ്? വസലിന്റെ ഹംസയാണ്. ബെയ്ത്തിന്റെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ലറൂറത്തുണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഖത്ആക്കാം. ഉദാഹരണം ഇദാ ജാവസൽ ഇസ്നൈനി സിർറുൻ ഫഇന്നഹു ബിബസ്സിൻ വതക്സീരിൽ വുശാതി ഖമീനു. നല്ലൊരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ബെയ്ത്താണ്. അപ്പൊ ഇദാ ജാവസൽ ഇസ്നൈനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വസ്നിന് ഖലൽ സംഭവിച്ചു പോകും എന്നതുകൊണ്ട് പ്രശ്നക്കണ്ട. ഇദാ ജാവസൽ ഇസ്നൈനി എന്ന് ഉച്ചരിക്കാവുന്നതാണ്, അങ്ങനെ മൊഴിയാവുന്നതാണ്. ഇനി അവസാനിപ്പിക്കുന്നു. ഇൽമുൽ അറൂളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പല ജാതി ബെയ്ത്തുകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിനിടയ്ക്ക് നമ്മൾ കാണും ചിലപ്പോൾ 5 വരെയുള്ള ബെയ്ത്ത്, 5 വരെയുള്ള ബെയ്ത്ത് മുഹമ്മസ് എന്ന പേരിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മസ് ബഹുമാനപ്പെട്ട നമ്മൾ നേരത്തെ അനുസ്മരിച്ച ഷെയ്ഖുനൽ മർഹൂം തിരൂരങ്ങാടി ബാപ്പു ഉസ്താദൊക്കെ മുഹമ്മസിൻ്റെ ഒരാളാണ്. നല്ല ആഴത്തിൽ പിന്നെ ഈ ഷെയറുമായി ബന്ധപ്പെട്ട അറിവുള്ളത് കൊണ്ടും അതിലെ ഒരു കവിത്വം, ഒരു നിപുണത ഉസ്താദ് അവറുകളിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചത് കൊണ്ടും ധാരാളമായി അങ്ങനെയൊക്കെ പിന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഉസ്താദിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ബെയ്ത്തുകളിൽ തന്നെ കാണാൻ സാധിക്കും. ഉസ്താദ് പിന്നെ അങ്ങനെ ഒരു ഹുമൂൽ ആഗ്രഹിച്ച ഒരാളായതുകൊണ്ടാണ് ഉസ്താദിൻ്റെ കവിതകൾ അധികവും പ്രസിദ്ധീകരിക്കാതെ പോയത് എന്നും ഉസ്താദിൻ്റെ ജീവിതം പിന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 5 വരെയുള്ള ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് പല രൂപത്തിൽ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളത്തു ഷരീഫയിലേക്ക് പോയി അവിടെ വെച്ച് റസൂലുള്ളാഹിക്ക് അഭിമുഖമായി കൊണ്ട് പാടിയ ഒരു ബെയ്ത്തുണ്ട്. അവിടുത്തെ ദീവാനിലൊക്കെ അത് കാണാൻ സാധിക്കും. ആ ബെയ്ത്ത് ഉസ്മാനിയ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ആ ഹുജ്റത്തു ഷരീഫയുടെ ഉള്ളിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിരുന്നു എന്നും താരീഖുകളിൽ കാണാൻ സാധിക്കും. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സലക്നൽ ഫയാഫി വൽ ഖിഫാറ അലൻ നുജ്ബി തജിദ്ദു ബിനൽ അശ്വാഖു ലാ ഹാദിയർ റക്ബി. ബഹുമാനപ്പെട്ട പിന്നെ സയ്യിദുൽ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദീവാന് പരിശോധിച്ചാൽ അതിൻ്റെ ബാ കൊണ്ട് തുടങ്ങുന്ന സ്ഥലത്ത് ബാ കൊണ്ട് അവസാനിക്കുന്നതിൻ്റെ അധ്യായത്തിൽ ഇത് കൊടുത്തത് കാണാൻ സാധിക്കും. ഈ ബെയ്ത്തിനെ അവസാന 2 വരികളാക്കി തുടക്കത്തിൽ അവസാനത്തെ 2 പാദങ്ങളാക്കി തുടക്കത്തിൽ 1, 2, 3 ഈ ബെയ്ത്തിനെ 4, 5 ആക്കിയിട്ട് തുടക്കത്തിൽ 3 പാദങ്ങളെ വെച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് പാടുന്നു: ശുഗിഫ്നാ ബിഹുബ്ബിൽ മുസ്തഫ സ്വഫവതിർ റബ്ബി വസിർനാ സുകാറാ ഹബ്ബദാ സക്റത്തുസ് സബ്ബി ഫലമ്മാ അബാ ഇല്ല സുറാ ലൗഅതൽ ഹുബ്ബി സലക്നൽ ഫയാഫി വൽ ഖിഫാറ അലൻ നുജ്ബി അങ്ങനെ എന്തെങ്കിലും ഒരു 3 വരി കൂട്ടിച്ചേർത്താൽ ഇതാവൂലല്ലോ. ഇപ്പോ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയത് സലക്ന, ഞങ്ങളിങ്ങനെ
പിന്നെ മരുഭൂമികൾ താണ്ടി മണലാരണ്യങ്ങൾ താണ്ടിക്കൊണ്ട് ഞങ്ങൾ വരികയാണ് എന്നൊക്കെയുള്ള യാത്രയുടെ കഷ്ടതകളും അനുഭവങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടേക്ക് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് കൂട്ടിയപ്പോൾ എന്ന് പറയുന്ന ഒരു ഷർത്തിന്റെ ജവാബായി മാറി സലക്ന. ആ രൂപത്തിൽ ബെയ്ത്തുകളെ ക്രമീകരിച്ചുകൊണ്ട് നേരത്തെ അറിയപ്പെട്ടിട്ടുള്ള ഒരു ബെയ്ത്തിലേക്ക് തുടക്കത്തിലേക്ക് 3 പാദങ്ങൾ കൂട്ടിച്ചേർത്ത് ആ ബെയ്ത്തിനെ 4-ാം പാദവും 5-ാം പാദവും ആക്കി തീർക്കുന്ന ഒരു രീതിയാണ് തഖ്മീസ് എന്ന് തഖ്മീസ്. ഇനി തസ്ദീസ് ആക്കിയവരുണ്ട്, തസ്ബീ ആക്കിയവരുണ്ട്. അതുപോലെ ഖസീദത്തുൽ ബുർദക്ക് തഖ്മീസ് ഉണ്ട്. അതുപോലെ തന്നെ ഖസീദത്തുൽ വിതിരിയക്ക് എന്തുണ്ട്, ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ തഖ്മീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കവിതയെ സംബന്ധിച്ച് അറിയുന്ന അല്ലെങ്കിൽ കവിത ഉണ്ടാക്കാൻ അറിയുന്നവരുടെ ഒരു പ്രയോഗം, കവിതയിൽ ഒരു രസമുണ്ടല്ലോ, ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു ശൈലിയാണ് തഖ്മീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തശ്തീർ എന്ന് പറയുന്ന ഒരു ശൈലി കൂടിയുണ്ട്. തശ്തീർ എന്ന് പറഞ്ഞാൽ ഒരു ബൈത്തിന് 2 പാദങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോ അറിയപ്പെട്ട ഒരു ബൈത്താണ് ജസല്ലാഹു ശദായിദ കുല്ല ഖൈരി, പരീക്ഷണങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ പ്രതിഫലവും നൽകട്ടെ. അറഫ്തു ബിഹാ അദുവി മിൻ സദീഖി, എനിക്ക് എൻ്റെ കൂട്ടുകാരനേത് കൂട്ടുകാരനല്ലാത്തവൻ ആര് എന്ന് വേർതിരിഞ്ഞത് ഏതുകൊണ്ടാണ്, എനിക്ക് വന്ന പരീക്ഷണങ്ങൾ കൊണ്ടാണ് എന്നൊരു ബൈത്തുണ്ട്. ആ ബൈത്തിൻ്റെ 1-ാം പാദത്തിനെ അവിടെ നിർത്തി അതിലേക്ക് ഒരു 2-ാം പാദം കൂട്ടിച്ചേർത്ത് അങ്ങനെ പാടിയിട്ടുണ്ട് ഒരാൾ. എന്ത്, ജസല്ലാഹു ശദായിദ കുല്ല ഖൈരി വ ഇൻ കാനത് തുഗസ്സിസുനി ബിരീഖി. എന്നിട്ട് 3-ാം പാദവും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വമാ മദ്ഹി ലഹാ ഹുബ്ബൻ വലാകിൻ അറഫ്തു ബിഹാ അദുവി മിൻ സദീഖി. 2-ാം പാദവും 3-ാം പാദവും കൂട്ടിച്ചേർത്ത് അതിനെ ഒരു 4 പാദങ്ങളുള്ള 4 ഭാഗങ്ങളുള്ള ഒരു കവിതയാക്കി മാറ്റുന്ന ഒരു രീതി, അതിന് തശ്തീർ എന്ന് പറയും. ഇനി തൽമീൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. തൽമീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ബൈത്ത്, ആ ബൈത്തിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് മറ്റൊരു പാദത്തിനെ കൂട്ടിച്ചേർത്ത് പുതിയൊരു ബൈത്താക്കി സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കൊക്കെ ഇൽമുൽ അറൂലിൻ്റെ പല പാഠങ്ങളും പഠിപ്പിച്ചു തന്ന, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 2 മാസം 3 മാസം മുമ്പ് വഫാത്തായ നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാമായിരുന്ന അഗത്തി ഉസ്താദിൻ്റെ കൂടി ഗുരുവര്യർ ബഹുമാനപ്പെട്ട അബു ആയിഷ MK മുഹമ്മദ് ബാക്കവി എന്ന് പറയുന്ന, പിന്നെ അരീക്കോട് അല്ലെങ്കിൽ കൊണ്ടോട്ടി കിഴിശ്ശേരി പിന്നെ മുണ്ടംപറമ്പ് സ്വദേശിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, അദ്ദേഹത്തിനൊരു ഒരു ബൈത്തുണ്ട്. നല്ല ഒരു കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൽ മഹാനവർകളുടെ അന്നഫ്ഹത്തുൽ ഫിക്രിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെടാതെ ഇൻഷാ അല്ലാഹ് പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ങ്ങളുടെ മദ്ഹ് ആണ് അൽ അൻജുമുൽ ഫിക്രിയ എന്നും അന്നഫ്ഹത്തുൽ ഫിക്രിയ, അൽ അൻജുമു ദുർരിയ എന്നും അന്നഫ്ഹത്തുൽ ഫിക്രിയ എന്നൊക്കെ അതിൻ്റെ കയ്യെഴുത്ത് കോപ്പിയിൽ ഉസ്താദ് തന്നെ അതിന് പേരെഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു വരി ഉസ്താദിൻ്റെത്, ഒരു പാദം ഉസ്താദിൻ്റെത്, മറ്റൊരു പാദം അൽഫിയയിൽ നിന്ന്, നഹ്വിൻ്റെ മാനായിക്കൊള്ളണമെന്നില്ല, അൽഫിയയിൽ നിന്നുള്ള. ഉദാഹരണത്തിന് ഒരു വരി ഞാൻ പാടിക്കേൾപ്പിക്കാം. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ ഖുറബ് ബിഫിഅലി നൗമ വസ്ഫിൻ കമൻ നർജു യഹബ്. അർത്ഥം നല്ലൊരർത്ഥാണ്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ ഖുറബ്, ഇബാദത്തുകളിൽ വെച്ച് വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണ് അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കലും അവിടുത്തെ മദ്ഹ് പറയലും. ബിഫിഅലിൻ, പ്രവർത്തനത്തിലൂടെ, ഔ വസ്ഫിൻ, അല്ലെങ്കിൽ വർണ്ണിക്കലിലൂടെ, കമൻ നർജു യഹബ്, അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് റസൂൽ തരും എന്നൊക്കെ പറഞ്ഞ പോലെ, എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു വരി ഇങ്ങനെ കാണാം. റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്ന് പറഞ്ഞാൽ മുൻകസിറുൽ ഖൽബിന്, ഹൃദയം പൊട്ടിയവന് അതിന് മരുന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ മനുഷ്യ മനസ്സുകൾക്ക് സന്തോഷം പകരുന്നത് പോലെ. അവിടെ കസ്റൻ എന്ന് പറഞ്ഞത് ഇപ്പുറത്തെ മുൻകസിറിന് അഫ്ഉൽ മുത്ലഖായി മാറി. ഈ രൂപത്തിൽ ബെയ്ത്തുകൾ കൊണ്ടുള്ള പല ജാതി കളികളുണ്ട്. ചെറുത് 3 എണ്ണം, തൽമീന്, തഖ്മീസ്, തശ്തീർ, അത് മാത്രം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇൽമുൽ അറൂലുമായി പഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൗരാണികരായ ചിലരുടെ കിതാബുകൾ പരിചയപ്പെടുത്തുന്നു. പുതിയ
പുതിയ ആധുനിക ആളുകൾ ഇതിനെ തസ്ഹീൽ ചെയ്തുകൊണ്ട്, എത്രത്തോളം തസ്ഹീൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ഇതിൻ്റെ ചില പൗരാണികമായ ചില ഗ്രന്ഥങ്ങളെ കൂടി പരിചയപ്പെടുത്തി ഞാൻ വിടവാങ്ങുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട അൽ അറൂള് ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്നു അഹ്മദ് തങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അബുൽ ഫത്തഹ് ഇബ്നു ഗിനി, ജീമ കൊണ്ട് എഴുതുമ്പോൾ ഗാ എന്ന് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇബ്നു ഗിനി എന്ന ഒരു പണ്ഡിതനുണ്ടല്ലോ. ഹിജ്റയുടെ 392 വഫാത്തായ മഹാനവറുകൾക്ക് അൽ അറൂൽ എന്നൊരു കിതാബുണ്ട്. അൽ ബാരി ഫി ഇൽമിൽ അറൂൽ എന്നൊരു കിതാബ് അബുൽ ഖാസിം ഇബ്നുൽ ഖത്താ ഹിജ്റയുടെ 515 വഫാത്തായവരാണ്. അതുപോലെ തന്നെ ഇൽമുൽ ലുഗയുടെ എല്ലാ രംഗത്തും സുപ്രസിദ്ധനായ ജാറുല്ലാഹി സമഖ്ശരി, അദ്ദേഹത്തിന് ഹിജ്റ 538 വഫാത്തായവരാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു പ്രസിദ്ധമായ ഒരു ആധാരമായ ഗ്രന്ഥമാണ് അൽ ഖിസ്താസ് ഫി ഇൽമിൽ അറൂൽ. അതുപോലെ തന്നെ അൽ മൻളൂമത്തുൽ ഖസ്റജിയ്യ എന്ന പേരിൽ ഒരു മൻളൂമയും ഈ വിഷയത്തിലുണ്ട്. അർ-റാമിസ എന്നാണ് അതിൻ്റെ പേര്. ളിയാഉദ്ദീൻ അബു മുഹമ്മദ് അൽ ഖസ്റജി അൽ ഉന്ദുലുസി, മാലിക്കി മദ്ഹബുകാരനായ ഉന്ദുലുസ്കാരനായ ഒരു പണ്ഡിതൻ, ഹിജ്റയുടെ 626 വഫാത്തായ മഹാനവറുകൾ. ഇതിൻ്റെയൊക്കെ അത് മൂലഗ്രന്ഥങ്ങളാണ്. ഇതിൽ നിന്നൊക്കെയുള്ള ഇൽമുകളെ പിന്നെ പരാവർത്തനം ചെയ്തുകൊണ്ടും ചുരുക്കിക്കൊണ്ടൊക്കെ പുതിയ കാലഘട്ടത്തിൽ ധാരാളം കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൻളൂമത്തു അൽ മഖ്സദുൽ ജലീൽ ഫി ഇൽമിൽ ഖലീൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജിബ്, ഉസൂലി രംഗത്തും നഹ്വിൻ്റെ രംഗത്തൊക്കെ നമ്മൾ വളരെ പ്രസിദ്ധനായവരാണ്. ഇബ്നുൽ ഹാജിബ് എന്നവർക്കൊരു ബൈത്തുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഇസ്നവി ഇമാം, നമ്മളെ ഷാഫി മദ്ഹബിലെ പ്രസിദ്ധനായ ഇസ്നവി ഇമാം ശർഹ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഅ്ജമുകളെ കുറിച്ചുള്ള ചർച്ച ശേഷം വരുന്നുണ്ടല്ലോ. മുഅ്ജമുകളിൽ പ്രസിദ്ധമാണ് അൽ മിസ്ബാഹുൽ മുനീർ എന്ന് പറയുന്ന അതിൻ്റെ കർത്താവായ അല്ലാമ ഫയൂമി, അദ്ദേഹത്തിന് ഒരു ഷർഹ് ഈ അൽ മഖ്സദുൽ ജലീൽ എന്ന ഇബ്നുൽ ഹാജിബ് തങ്ങളുടെ പദ്യത്തിനുണ്ട്. അതുപോലെ തന്നെ അൽ കാഫി ഫി ഇൽമിൽ അറൂളി വൽ ഖവാഫി എന്ന പേരിൽ നമ്മുടെ മലബാർ നാടുകളിലും എന്നല്ല പുറത്തുമൊക്കെ ധാരാളമായി അധ്യാപനം ചെയ്യപ്പെടുന്ന കിതാബാണ് അൽ കാഫി, മത്നുൽ കാഫി എന്നാണ് അതിന് അറിയപ്പെടുന്നത്. പഴയ ദർസുകളിലടക്കം സിലബസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് മത്നുൽ കാഫി നമുക്ക് കാണാൻ സാധിക്കും. അതിന് സുപ്രസിദ്ധമായ ധാരാളം ഷറഹുകളുണ്ട്, മുഖ്തസറുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹാഷിയകളുണ്ട്. വളരെ പ്രചാരം നേടി ഇവിടെയൊക്കെ ഉസ്താദുമാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ഇടയിൽ കൂടുതൽ മുതദാവലായ ഒരു കിതാബാണ് അൽ ഇർഷാദുഷ് ഷാഫി അലാ മത്നിൽ കാഫി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് അദ്ദമൻഹൂരിയുടെ അൽ ഹാഷിയത്തുൽ കുബ്ര എന്ന പേരിൽ, സാധാരണ ഹാഷിയത്തുൽ കാഫി എന്ന് പറയുന്ന കിതാബാണ്. ബഹുമാനപ്പെട്ട നേരത്തെ നമ്മൾ അനുസ്മരിച്ച വൈലത്തൂർ ബാവ ഉസ്താദിന് തബീനു ഷാഫി എന്ന പേരിൽ അതിന് ഒരു ഷറഹുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ജാമിയ ഇഹ്യാ ഉസ്സുന്നയിലെ മുദരിസായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി ഉസ്താദിന് ഒരു ഷറഹുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു യുവ പണ്ഡിതൻ, ഒരു അമീർ അലി അൽ ബുഖാരി എന്ന് പറയുന്ന പണ്ഡിതനും ഒരു ഷറഹ് എഴുതിയതായി കാണാൻ സാധിച്ചു. ഇങ്ങനെ ധാരാളം കിതാബുകളുണ്ട്. അവസാനമായി ഒരു കിതാബ് കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അൻ-നുഖ്ബത്തുൽ കാഫിയ ഫി ഇൽമിൽ അറൂളി ഖാഫിയ എന്ന പേരിൽ ഒരു കിതാബുണ്ട്. ആ കിതാബ് രചിച്ചത് ആലപ്പുഴ ജില്ലയിലെ വടുതല കാട്ടുപുറം പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വടുതല മൂസ മുസ്ലിയാർ, ഹിജ്റയുടെ 1973 വഫാത്തായ വടുതല വലിയ മൂസ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം ബൈത്തുകൾ രചിച്ച ബഹുമാനപ്പെട്ട ബദർ മൗലിദിന്റെ മുസന്നിഫായി അറിയപ്പെടുന്ന വളപ്പിൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പ്രമുഖരായ ശിഷ്യനാണ്. മഹാനവറുകൾ രചിച്ച അൻ-നുഖ്ബത്തുൽ കാഫിയ എന്നത് ഇപ്പോൾ അൽഹംദുലില്ലാ അത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അവാമിൽ ഓതി കൊടുക്കാൻ മുപ്പര് അവാമിൽ ഒരു ബൈത്ത് ഉണ്ടാക്കും. ആ രൂപത്തിൽ ശിഷ്യന്മാരെ നഹ്വിലും ഉലൂമുൽ ലുഗയിലും ഒക്കെ വളരെ പ്രാവീണ്യരാക്കി തീർക്കുന്ന നല്ലൊരു അധ്യാപകനും മുദരിസും ഷാഇറും പണ്ഡിതനും ഒക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട വടുതല മൂസ ഉസ്താദ്. മഹാനവറുകൾ അവരുടെ ആ കിതാബിനെ നല്ല സുഗ്രാഹ്യമായ രീതിയിൽ ബഹുമാനപ്പെട്ട ശൈഖുനൽ മർഹൂം അഗത്തി ഉസ്താദ് വളരെ നല്ല തഅലീഖ് ചെയ്തുകൊണ്ട് സമഗ്രമായ രീതിയിൽ അതിനെ ഉസ്താദ് വായനക്കാർക്ക് ലഭ്യമാകുന്ന രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വൈകാതെ അത് ലഭ്യമാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും അൽഫിയയിലും നഹ്വിലും ഇൽമുൽ ഹദീസിലും താരീഖിലും ഒക്കെ അൽഫിയകളുണ്ടല്ലോ. ഈ വിഷയത്തിലും ഒരു അൽഫിയയുണ്ട്. ആ അൽഫിയയുടെ പേര് അൽ വജ്ഹുൽ ജമീൽ
ഫി ഇൽമിൽ ഖലീൽ, ഇൽമുൽ ഖലീൽ, ഖലീൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് കൊണ്ടുവന്ന ഇൽമ് എന്ന നിലക്ക് എന്ന പേരിൽ ഒരു ഇൽമ് ഉണ്ട്. അത് എന്ന പേരിൽ ഒരു അൽഫിയയുണ്ട്. ആ അൽഫിയ രചിച്ചത് അബൂ സഈദ് ഷഅബാൻ അൽ ആസാരി എന്ന് പറയുന്ന പണ്ഡിതനാണ്. വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ആദരവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിച്ച വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ 1000 വരികളിലായി അതിങ്ങനെ പിന്നെ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇൽമുൽ അറൂദ് കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടി അടക്കം ബൈത്തായിട്ട് തന്നെ മൂപ്പര് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ ഇൽമുൽ അറൂദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലെന്തൊക്കെയാണ് ചർച്ച എന്നതിലേക്കുള്ള ചെറിയ ഒരു ആമുഖം സൂചിപ്പിക്കാൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാ, ചിലർക്കെങ്കിലും ചില ഈ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇൽമുൽ അറൂദിനെ വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് ചെറിയ ഒരു മിഫ്താഹായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങളോടൊക്കെ ദുആ വസിയത്ത് ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين وصلى الله تعالى على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.